ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എന്നാണ്ട് വിശേഷം? സുഖമെന്ന് വിശ്വസിക്കുന്നു. നമ്മളൊരു കിടിലൊരു ഐറ്റമായിട്ടാണ് ഇന്ന് വന്നിരിക്കുക. ഏതാണെന്ന് നമ്മൾ പുഴുക്ക്, നാടൻ പുഴുക്കാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതാണ് ആ സാധനം. ചേനയുണ്ട്, ചേമ്പുണ്ട്, ചെറിയേമ്പുണ്ട്, കപ്പയുണ്ട്, ഏത്തക്കയുണ്ട്, കാച്ചിലുണ്ട്. ഇതെല്ലാം കൂടെ ഇട്ടൊരു പുഴുക്ക് നമ്മൾ അടിച്ച് പൊളിക്കും. പിന്നെ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പക്ഷേ വെല്ലുവിളി അടിച്ചേക്കണേ. അപ്പോൾ നമുക്ക് ഇതിനെ പൊളിച്ച് വൃത്തിയാക്കി ഇങ്ങോട്ട് കാണാം. നമുക്ക് ആദ്യമേ കപ്പയാണെങ്കിൽ പൊളിച്ചെടുക്കാം, പൊളിക്കാം. ഇതിന് പറയുന്നത് തിരുവാതിരപ്പുഴുക്ക് എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. ഈ പല ഐറ്റം കൊണ്ടുള്ള കപ്പയും ചേമ്പും കാച്ചിലൊന്നും കിട്ടാനില്ലേ. കാച്ചിലൊക്കെ ആയി വരുന്നതല്ലോ. അതാ ചെറിയ കാച്ചിലാണ്, കണ്ടില്ലേ? ഇതുപോലത്തെ കാച്ചിലാണ് കിട്ടുന്നത്. ചേമ്പും അതുപോലെ തന്നെ നല്ല നാടൻ ചേമ്പാണ്. ഏത്തക്കായും അതുപോലെ നാടൻ ഇതാണ്. പഴയ കാലത്തൊക്കെ ഈ പുഴുക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യം എല്ലാവർക്കും. പഴയ കാലത്തുള്ളവരുടെ 101 വയസ്സ് വരെ ഇപ്പോൾ ഓരോരുത്തർ ഇരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ പുഴുക്കും കപ്പയൊക്കെ തിന്നുന്നതുകൊണ്ടാണ്. നല്ല അടിച്ച് പൊളിച്ച് നമുക്കിപ്പം ഇത് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് കാണാം. കപ്പ പൊളിച്ച് കഴിഞ്ഞു. അടുത്ത് നമുക്ക് ചേമ്പാണെങ്കിൽ ചേക്ക എടുത്ത് നല്ല നാടൻ ചീമച്ചേമ്പ്. നമ്മൾ ചേമ്പും ചെത്തിക്കഴിഞ്ഞു. അടുത്ത് നമുക്ക് കാച്ചിൽ ചെത്താം. ഈ കാച്ചിൽ ചെത്തുമ്പോഴൊക്കെ ഈ അരി ചെത്തിയിടാനൊക്കെ ഇച്ചിരി വെള്ളം നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ആദ്യം, അല്ലെങ്കിൽ ചേമ്പൊക്കെ കറക്കും. കാച്ചിലും ചെത്തിക്കഴിഞ്ഞു. അടുത്ത നമുക്ക് ചെറിയ ചേമ്പുണ്ട്, നല്ല നാടൻ ചെറിയ ചേമ്പ്. അതും കൂടെ ചിരണ്ടി ഇതിൻ്റെ അകത്തോട്ട് ഇടാം. നമ്മൾ ചേമ്പും ചിരണ്ടി കഴിഞ്ഞു. അടുത്ത നമുക്ക് ചേന അങ്ങോട്ട് ചെത്താം. നാടൻ ചേന, ചേനയും ചെത്തിക്കഴിഞ്ഞു. അടുത്ത് നമുക്ക് കായ അങ്ങോട്ട് ചെത്തിടാം. നാടൻ കായ ഞാൻ ചെത്തി അങ്ങോട്ട്. കായും നമ്മൾ ചെത്തിക്കഴിഞ്ഞു. ഇവനെ മൊത്തമായിട്ടൊന്ന് കഴുകിയെടുക്കാം. കഴുകിയെടുത്തിട്ട് നമുക്ക് പീസാക്കാം. ഇവനെ നമുക്ക് പീസാക്കാം, ചെറുതായിട്ട് വേകുന്ന രീതിയിലുള്ള പീസാക്കിയിടാം. നമ്മൾ കപ്പയും അരിഞ്ഞു കഴിഞ്ഞു. അടുത്ത നമുക്ക് ചേമ്പ് ചേമ്പ് അപ്പം നമ്മൾ ചേമ്പ് അരിഞ്ഞു കഴിഞ്ഞു. അടുത്ത നമുക്ക് കാച്ചിക്ക അരിയാൻ പോകും. നമ്മൾ കാച്ചിലും അരിഞ്ഞു കഴിഞ്ഞ് ഇനി അടുത്ത് നമുക്ക് ചേന അരിയാനായിട്ട് പോകും. ചേന അരിഞ്ഞു കഴിഞ്ഞു. അടുത്ത കായൂടെ നമുക്ക് അരിഞ്ഞു വെക്കാം. നമ്മൾ കായും അരിഞ്ഞു കഴിഞ്ഞു. അടുത്ത കുറച്ച് ചേമ്പുണ്ട്, അതിനെ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് വാരി ഇട്ടേക്കാം. ചെറിയ ചേമ്പായണ്ട് വാരി ഇട്ടേക്കാം. ഇവരെ നമുക്ക് കഴുകി ഒന്നുകൂടെ 3-4 പ്രാവശ്യം കഴുകിയിട്ട് വീഡിയോ കാണാം.
അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. നമുക്ക് പുഴുങ്ങാനായിട്ടുള്ള പരിപാടിയിലേക്ക് കിടങ്ങാം. അത് അടുപ്പയിലോട്ട് അങ്ങോട്ട് വെച്ചു. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. വേകാനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇവനെ നമുക്ക് ഒന്ന് അടച്ചു വെച്ചേക്കാം, ഒന്ന് വേഗട്ടെ. അപ്പം നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ലാസ്റ്റ് ബെല്ലൂടെ അടിച്ചേക്കണേ. ഇവനെ നമുക്കൊന്ന് തുറന്നു നോക്കാം വെന്തോന്ന്. എൻ്റെ അമ്പമ്പോ എന്നാ മണമാടാ ഇത്, സൂപ്പർ മണം. അപ്പോൾ ഏതാണ്ട് ഒരു പരുവായിട്ടുണ്ട്. നമുക്ക് ഇവൻ്റെ അകത്തോട് ശകലം ഉപ്പുപൊടി ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ ഉപ്പുപൊടി ഇടാം. 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടാൽ. എന്ന് പറഞ്ഞാൽ മഞ്ഞൾപ്പൊടി ഇടുന്നത് എന്നാന്ന് വെച്ചാൽ ഈ കപ്പയ്ക്ക് ഈ ചേമ്പൊക്കെ എന്ന് പറഞ്ഞാൽ വിഷാംശങ്ങളുണ്ടായി പോകാൻ വേണ്ടിയാണ് ഇത് ഇടുന്നത്. ഇതിനെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിനെ കുറച്ച് നേരത്തേന് വേകാനുണ്ട്. ഇതിനെ അടച്ചു വെച്ച് ഇപ്പോൾ അരയ്ക്കാനുള്ള പരിപാടിയിലേക്ക് നമുക്ക് പോകാം. ഇത് തേങ്ങ ഉണ്ട്, അതിൻ്റെ അകത്ത് വെളുത്തുള്ളി, ചുമന്നുള്ളി, പച്ചമുളക്, കരിവേപ്പില എല്ലാം കൂടിയിട്ട് ചതയ്ക്കാനായിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുക. അര ടീസ്പൂണ് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തേക്കാം. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടേക്കാം. പിന്നെ ജീരകം ശകലം ഇടുവാണ്. 1/2 ടീസ്പൂണ് ജീരകം കൂടി ഇട്ട് കൊടുത്തു. ഇവരെ നമുക്ക് ചതച്ചോണ്ട് വരാം. ഇവരെ ഒന്ന് തുറന്ന് നോക്കാം. വെന്തിട്ടുണ്ട്, പാകത്തിനുള്ള പരുവായി. ഇവരെ നമുക്ക് തീ അങ്ങ് ഓഫാക്കിയേക്കാം, ഊറ്റിയേക്കാം വെള്ളം. നമ്മൾ കപ്പ എല്ലാം കൂടെ ഊറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ അരപ്പെല്ലാം കൂടി ഇട്ട് കൊടുക്കാം അതിൻ്റെ അകത്ത്. ഇവനെ നമുക്ക് അടച്ചു വെക്കാം. ഇത് വേഗട്ടെ, ആവി കൊള്ളാൻ വേണ്ടി വേഗനായിട്ട് അടച്ചു വെക്കാം. ഇവനെ തുറന്നു നോക്കാം. എൻ്റെ അമ്പമ്പോ നല്ല മണം. ഈ അരപ്പൊക്കെ ചേർത്തപ്പോഴേ നല്ല മണം. ഇവനെ നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ അരപ്പൊക്കെ വെന്തിട്ടുണ്ട്. കപ്പയൊക്കെ നല്ല സൂപ്പറായിട്ട് വെന്ത് നല്ല മണം അരപ്പിൻ്റെ ഒക്കെ ആയപ്പോഴത്തേന്. ചേമ്പുമൊക്കെ നല്ല വെന്തിട്ടുണ്ട്, കപ്പയൊക്കെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഈ പുഴുക്കെന്ന് പറഞ്ഞാൽ പണ്ടുള്ള കാലത്ത് എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് പുഴുക്ക്. ഇവിടുത്തെ പിള്ളേർക്ക് പുഴുക്കൊന്നും ഇഷ്ടമല്ല. അവർക്ക് ചിക്കിങ്ങും അൽഫാമൊക്കെയാണ് ഇഷ്ടം. പക്ഷെ ഇതൊക്കെ കഴിക്കണം. ഇവനെ ഒന്ന് താളിക്കണം. ഇനി അടുത്തത് നമുക്ക് താളിക്കാനായിട്ട് പോകാം. പിന്നെ ഇത് അടച്ചു വെച്ചേക്കാം. അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. നമുക്ക് പാൻ വെച്ച് കൊടുക്കാം. പാനൊന്ന് ചൂടാകട്ടെ. ആവശ്യത്തിനുള്ള നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടാകട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയിട്ടുണ്ട്. ആവശ്യത്തിനുള്ള കരിവേപ്പില നമുക്ക് ഇട്ട് കൊടുക്കാം തളിക്കാനായിട്ട്. കടുക് താളിച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തേക്കാം. താളിച്ചൊഴിച്ചതാണ്. അത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. എണ്ണയും കടുകും എല്ലാം കൂടെ എല്ലായിടത്തും മിക്സ് ആകാൻ വേണ്ടി. പണ്ട് ഞങ്ങളുടെ അമ്മ ആണെങ്കിൽ വീട്ടിൽ ഇതുപോലെ പഴയ ചേമ്പും ചേനയും കാച്ചിലും എല്ലാം കൂടെ എടുത്ത് കായും പച്ചയത്തക്ക എല്ലാം കൂടെ ഇട്ട് ഇതുപോലെ പുഴുങ്ങുമായിരുന്നു. എന്നാ സ്വാദായത്. ഇപ്പം ഞാൻ ആ കാര്യം ഓർത്തപ്പോഴാണ് ഞാൻ ഒന്ന് പുഴുങ്ങാമെന്ന് വെച്ചത്. അപ്പം ഇതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് വീഡിയോ മൊത്തമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്തേക്കണം. എന്താ വെച്ചാൽ നമ്മൾ പല വീഡിയോകൾ ഇടുന്നുണ്ട്. എല്ലാ വീഡിയോകളും നിങ്ങളൊന്ന് കാണണം. നമുക്ക് ഇവനെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നല്ലപോലെ വെന്തിട്ടുണ്ട്. സൂപ്പർ മണവും. നമുക്ക് പാത്രത്തിലോട്ട് വിളമ്പാം.
സൂപ്പർ മണം. നമുക്കിവനെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എൻ്റെ അമ്പമ്പോ സൂപ്പർ ഐറ്റം, അടിച്ചു പൊളിച്ചു. എന്നാന്ന് വെച്ചാൽ ചേമ്പും ചേനയും കാച്ചിലും എല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇത് പറയാൻ വാക്കുകളില്ല എനിക്ക്. അതുപോലെ നിങ്ങൾ ഇത് വെച്ച് നോക്കണം. പക്ഷേ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലാസ്റ്റ് ബെല്ലൂടെ അടിച്ചേക്കണേ. പിന്നെ ഇതിലൂടെ സ്പെഷ്യലായിട്ട് ഒരു മീൻ കറിയുണ്ട്, ചൂരക്കറിയാണ്. അതും കൂടെ ഒഴിച്ച് നമുക്കൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. നല്ല ചൂരക്കറിയാണ്. അതിൻ്റെ കൂടെ ചാറും ഗ്രേവി എല്ലാം കൂടെ ഒഴിച്ച് നമുക്കൊന്ന് കഴിച്ചു നോക്കാം. എൻ്റെ അമ്പമ്പോ എന്നാ ടേസ്റ്റായത്, അടിച്ചു പൊളിച്ചു. എനിക്ക് വാക്കുകളൊന്നും പറയാനില്ല. പഴയ കാലത്തിലേക്ക് ഞാൻ തിരിഞ്ഞു വന്നിരിക്കുകയാണ് ഇപ്പം. എന്നാന്ന് വെച്ചാൽ സൂപ്പറായിട്ടുണ്ട് ഈ പുഴുക്കെന്ന് പറഞ്ഞാൽ. ഇത് തിരുവാതിര പുഴുക്കെന്നൊക്കെ പറയും. ഇതിൽ നമ്മൾ നാടൻ പുഴുക്കായിട്ട് നമ്മൾ എടുത്താണ്. ഇത് തിരുവാതിര പുഴുക്കം എല്ലാം ഒരുപോലെ ഇരിക്കും. പക്ഷേ ഇത് നമ്മൾ നാടൻ പുഴുക്കെന്നാണ് ഞങ്ങളെ പറയുന്നത്. അതുകൊണ്ട് അടിച്ചു പൊളിച്ചിരിക്കുന്നു. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലാസ്റ്റ് ടാറ്റ, ബൈ ബൈ. അടുത്ത വീഡിയോയിലേക്ക് ടാറ്റ.